ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഓരോ ടീമുകളും ഓരോ താരങ്ങളെയും ടീമിലെത്തിക്കാൻ വേണ്ടിയിട്ട് കിടഞ്ഞു പരിശ്രമിച്ച ഒരു സംഭവം തന്നെയാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിക്ക് അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്ക് ചെറുതായിട്ടൊന്ന് കേട് വന്ന് ഇപ്പോൾ സാധാ ഹെഡ്സെറ്റ് രൂപേണയാണ് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിച്ചിട്ടുള്ള എല്ലാ ടീമിലെയും പ്ലേയേഴ്സിൻ്റെയും അവരുടെ ഒരു റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെറും 2 താരങ്ങളെയാണ് നമ്മൾ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് 8ഓളം താരങ്ങളെ ടീമിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ ടീമിൽ മെയിനായിട്ട് കളിക്കുന്ന താരങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എപ്പോഴെങ്കിലൊക്കെ ചാൻസ് കിട്ടുന്ന താരങ്ങളും ഉണ്ടായിരുന്നു. സോ എന്തായാലും നമുക്ക് ആ ഒരു ഇതിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ചെന്നൈയിൻ FC-യിൽ നിന്ന് തന്നെ തുടങ്ങാം. ചെന്നൈയിൻ FC-യിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് പ്രീതം കോട്ടാൽ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം ഔട്ടായിട്ടുള്ളത്, അതായത് ആ ഒരു ടീമിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത് ബികാഷ് ഷിംനമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അങ്ങോട്ട് പ്രീതം കോട്ടാലിനെയും ഇങ്ങോട്ട് ബികാഷ് ഷിംനത്തെയും നൽകിയിട്ടുള്ള ഒരു സ്വാപ്പ് ഡീലിംഗ് ആണ് നടന്നിട്ടുള്ളത്. സോ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബികാഷിന് ഒരു പ്രകടനം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ സാധിച്ചിട്ടില്ല. വരും മത്സരങ്ങൾ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് പ്രീതം കോട്ടാലിന് മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ചെന്നൈയിൻ FC-ക്ക് പരാജയം മാത്രമാണ് രുചിച്ചറിയാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാൾ FC-യിലേക്ക് വരാം. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സീസൺ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും നല്ല മികച്ച സൈനിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. ഈസ്റ്റ് ബംഗാളിലേക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ള, അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ 2 സൂപ്പർ താരങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് റിച്ചാർഡ് സെലിസ് എന്ന് പറയുന്ന വെനിസ്വേലിയൻ താരമാണ്. ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം ISL-ൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിനെതിരെയായിട്ടുള്ള മത്സരങ്ങൾ മാത്രമല്ല, അതിന് മുമ്പായിട്ടുള്ള ഒരു മത്സരം കൂടെ എടുത്തു നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്ന്. മധ്യനിരയിലായാലും അതായത് അറ്റാക്കിംഗ് നിരയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് റിച്ചാർഡ് സെലിസ്. എനിക്ക് തോന്നുന്നു ഇവർ ഒരു സീസണും കൂടെ ഈ താരത്തിന് കൊടുക്കുകയാണെങ്കിൽ, മിക്കവാറും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെല്ലാവരും ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ അന്തം വിട്ടുപോയ ഒരു സൈനിങ്ങാണ് മെസ്സി ബൗളി എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാലത്തെ മിന്നും താരമായിരുന്നു. നമുക്കൊക്കെ ഒരുപാട് ആഘോഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് തന്നിട്ടുള്ള ഒരു കളിക്കാരനാണ്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം മെസ്സി ബൗളി, റിച്ചാർഡ് സെലിസ് നല്ല സൈനിങ് ആണ്. പക്ഷേ ഈസ്റ്റ് ബംഗാളിന് ഒരു വിജയം കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നെയ്തെടുക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ് ഈ താരങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്. അതായത് ഞാൻ പറയേണ്ടത് റിച്ചാർഡ് സെലിസ് ആട്ടോ. മെസ്സി ബൗളി അടുത്താണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും പുറത്തായിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് ഗുർസ്മിത് സിംഗ് ഗിൽ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനാണ്. അത് ലോൺ അടിസ്ഥാനത്തിൽ സുദേവ ഡൽഹി FC-യിലേക്കാണ് അദ്ദേഹം ചേക്കേറിയിട്ടുള്ളത്. മറ്റൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് FC ഗോവയെ സംബന്ധിച്ചിടത്തോളം അവർ സൈൻ ചെയ്തിട്ടുള്ളത് വിദേശ താരങ്ങളെയല്ല, മറിച്ച് ഇന്ത്യൻ താരങ്ങളെ തന്നെയാണ്. ആരൻ ഡി സിൽവ ഫ്രം ഹൈദരാബാദ് FC-യിൽ നിന്നാണ് സൈൻ ചെയ്തിട്ടുള്ളത് FC ഗോവ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം തന്നെയാണ്. അതിലേക്ക് മികച്ച രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ വീണ്ടും സ്ട്രെങ്ത്തും സ്ട്രോങ്ങുമായിട്ടുള്ള ടീമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേര് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബികാഷ് ഷിംനമാണ് ഈ ഒരു സീസണിൽ നമ്മുടെ ടീമിലേക്ക് വന്ന ഒരു ഇന്ത്യൻ താരം. അതുപോലെ തന്നെ ഡുസൻ ലെഗോട്ടർ എന്ന് പറയുന്ന നമ്മുടെ മോണ്ടിനെഗ്രീനിയൻ താരവും ഈ ഒരു സീസണിൽ ടീമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ ഞാൻ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു എണ്ണം പറയേണ്ടതായിരിക്കും. 8ഓ 7ഓ താരങ്ങളെ നമ്മൾ ഇതുവരെയായിട്ട് ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അലക്സാൻഡ്രോ കോയ്ഫ്, പ്രീതം കോട്ടാൽ, രാഹുൽ KP, പ്രബീർ ദാസ് ഇവരൊക്കെ പ്രധാനികളാണ് എന്ന് ഓർക്കണം. പ്രബീർ ദാസിനെയാണ് നമ്മൾ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ FC-യിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ടീമിൽ നിന്നും ഒഴിഞ്ഞു പോയവരാണ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ അലക്സാൻഡ്രോ കോയ്ഫിനെ സംബന്ധിച്ചോളം ഒരു മ്യൂച്വൽ ടെർമിനേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതുപോലെ മുഹമ്മദൻ സെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അനിർ സിംഗ് എന്ന് പറയുന്ന താരത്തെ അവർ ജംഷഡ്പൂരിലേക്ക് കൊടുത്തു. ആ ഒരു സൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി മുംബൈ സിറ്റി FC-യുടെ കാര്യം എടുത്തു
നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ടീം നല്ല രീതിയിൽ സ്ട്രെങ്ത് കൊണ്ടുവരാം എന്നുള്ള ചിന്താഗതിക്കാരാണ് മുംബൈ സിറ്റി FC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ സൈൻ ചെയ്തിട്ടുള്ള ഒരു താരമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജോർജ് ഓർട്ടിസിനെ നമുക്കറിയാം FC ഗോവയിലേക്ക് തിളങ്ങി ഭയങ്കര മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കാലത്തൊരു കളിക്കാരനാണ്. ISL വളരെ നല്ല ആധിപത്യം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് ഓർട്ടിസ്. അദ്ദേഹം ഒരു എന്താ പറയുക പെഗ്നക് സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ മുംബൈ സിറ്റി FCയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മറ്റൊരു താരമാണ് ഇന്ത്യൻ താരമായിട്ടുള്ള പ്രവീർ ദാസ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. അതൊരു ലോൺ അടിസ്ഥാന ഡീലാണ്. ഹാർദിക് ഭട്ട് എന്ന് പറയുന്ന ശ്രീനിധി ഡെക്കാൻ FCയുടെ ആ ഒരു കളിക്കാരൻ ഇത്തവണ അവർ പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ലോൺ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീനിധി ഡെക്കാൻ FCയിലേക്ക്. ഇനി ഒഡീഷ FCയിലേക്ക് വരുമ്പോൾ ഇവിടെ 2 താരങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് രാഹുൽ KP ആണ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രാഹുലിന് സാധിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ. ജനുവരി ട്രാൻസ്ഫറിൽ വന്നതിന് ശേഷം ഒഡീഷ FCയിൽ നിന്നും ഇത്തവണ പുറത്തു പോയിട്ടുള്ളത് നീരജ് കുമാർ അതുപോലെ തന്നെ ഇവ്സൺ സിംഗ് എന്ന് പറയുന്ന 2 താരങ്ങളാണ്. ഇവരെ 2 പേരെയും മ്യൂച്വൽ ടെർമിനേഷനോട് കൂടിയിട്ടാണ് ഒഡീഷ FC പുറത്ത് കളഞ്ഞിട്ടുള്ളത്. മറ്റൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് പഞ്ചാബ് FCയിൽ പീറ്റർ ഗെയ്ക്കുമക്കിസ് എന്ന് പറയുന്ന ഒരു താരമുണ്ട്. ഇദ്ദേഹം വിദേശ താരമാണ്. ഇദ്ദേഹത്തെയാണ് ഇവർ ഇത്തവണ സൈൻ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു വേറെ വലിയ ടീമുകൾ വലിയ സൈനിങ് ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളത്. ഇതിലേതാണ് ഒരു മികച്ച സൈനിങ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തു പറയാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ നല്ല സൈനിങ് ഈസ്റ്റ് ബംഗാൾ FC അതുപോലെ തന്നെ നമ്മുടെ മുംബൈ സിറ്റി FC ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജോർജ് ഓർട്ടിസ് അതുപോലെ തന്നെ മെസ്സി ബൗളി പിന്നെ നമ്മുടെ റിച്ചാർഡ് സെലിസ് എന്ന് പറയുന്ന 2 താരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡുസൻ ലഗോട്ടർ വളരെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരനായി മാറാൻ അദ്ദേഹത്തിന് ഒരു 2-3 കളി കഴിഞ്ഞിട്ട് സാധിച്ചിട്ടില്ല. സോ ഇനി വൈയോളം സാധിക്കുമെന്ന് തോന്നുന്നു. ബട്ട് ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു താരം എന്നുള്ളത് റിച്ചാർഡ് സെലിസാണ്. വന്ന് ആ ഒരൊറ്റ ഡെബ്യൂ മത്സരത്തിൽ തന്നെ എതിരാളികളെ വട്ടം കറക്കുന്ന രീതിയിൽ അദ്ദേഹം കളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർട്ടിസിനെ പറയാനായിട്ട് കാരണം ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരനാണ്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു കളിക്കാരനാണ്. ഇതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഇതിൽ വേറെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാവും. അതിലേക്കും ബൈ.